Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Golden Diamonds. Celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. KSTP റോഡിൽ എരിപുരം താലൂക്ക് ആശുപത്രിക്ക് സമീപം കാറിടിച്ച കാൽനടയാത്രക്കാരിക്ക് ദാരുണാന്ത്യം. എരിപുരം മാടായിക്കാവിന് സമീപത്തെ ഭാനുമതിയാണ് മരിച്ചത്. 2025-26 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്ന് നിർദ്ദേശിച്ച പദ്ധതികളിൽ 10 പദ്ധതികൾക്ക് തുക നീക്കിവെച്ചു. സംസ്ഥാന ബജറ്റിൽ കല്യാശ്ശേരി മണ്ഡലത്തിൽ വിവിധ വികസന പദ്ധതികൾക്കായി മികച്ച പരിഗണനയാണ് നൽകിയതെന്ന് M. വിജിൻ MLA. 50 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് മണ്ഡലത്തിൽ ഫണ്ട് അനുവദിച്ചത്. ചെറുവത്തൂരിൽ ഒരു ദിവസം മാത്രം പ്രവർത്തിച്ച് അടച്ചുപൂട്ടിയ കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല ചീമേനി ടൗണിലെ പുതിയ കെട്ടിടത്തിൽ തുറന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് പൊടുന്നനെ ചീമേനിയിൽ മദ്യവിൽപ്പന ആരംഭിച്ചത്. ചീമേനി ടൗണിൽ മദ്യവിൽപ്പനശാല തുറക്കുന്നതിനെതിരെ പ്രദേശവാസികൾ കർമ്മസമിതി രൂപീകരിച്ച് 6 മാസത്തോളമായി സമരം നടത്തി വരികയായിരുന്നു. കാട്ടുപന്നി ശല്യത്താൽ ദുരിതത്തിലായിരിക്കുകയാണ് പേരൂരിലെ നെൽകർഷകർ. കാട്ടുപന്നികൾ കൂട്ടത്തോടെ വയലിലെത്തി കതിരണിഞ്ഞു നിൽക്കുന്ന നെൽകൃഷികളാണ് നശിപ്പിക്കുന്നത്. പന്നിശല്യം തടയാൻ ഫോറസ്റ്റ് അധികൃതരുടെ സഹായം ലഭ്യമാക്കണമെന്നും കൃഷികൾ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. വാർത്തകൾ വിശദമായി. KSTP റോഡിൽ എരിപുരം താലൂക്ക് ആശുപത്രിക്ക് സമീപം കാറിടിച്ച കാൽനടയാത്രക്കാരിക്ക് ദാരുണാന്ത്യം. എരിപുരം മാടായിക്കാവിന് സമീപത്തെ ഭാനുമതിയാണ് മരിച്ചത്. KSTP റോഡിൽ എരിപുരം താലൂക്ക് ആശുപത്രിക്ക് സമീപമാണ് കാറിടിച്ച് കാൽനടയാത്രക്കാരിയായിരുന്ന മാടായിക്കാവിന് സമീപത്തെ ഭാനുമതി മരണപ്പെട്ടത്. രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം നടന്നത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ പഴയങ്ങാടി ഭാഗത്തുനിന്നു വന്ന കാർ ഭാനുമതിയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. 2025-26 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്ന് നിർദ്ദേശിച്ച പദ്ധതികളിൽ 10 പദ്ധതികൾക്ക് ബജറ്റിൽ തുക നീക്കിവെച്ചു. പയ്യന്നൂർ പഴയ പോസ്റ്റ് ഓഫീസ്, പയ്യന്നൂർ അമ്പലം, തെക്കേമമ്പലം, FCI ഗോഡൌൺ റോഡ് 1.5 കോടിയാണ് ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത്. സംസ്ഥാന ബജറ്റിൽ പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്ന് നിർദ്ദേശിച്ച പദ്ധതികളിൽ 10 പദ്ധതികൾക്ക് തുക വകയിരുത്തി. പയ്യന്നൂർ പഴയ പോസ്റ്റ് ഓഫീസ്, പയ്യന്നൂർ അമ്പലം, തെക്കേമമ്പലം, FCI ഗോഡൌൺ റോഡിന് 1.5 കോടിയാണ് ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത്. പെരിങ്ങോം കരക്കാട് റോഡിന് 2 കോടി, പ്രാപ്പോയിൽ GHS സ്കൂളിന് പുതിയ കെട്ടിടത്തിനായി 1.5 കോടി, രാമന്തളി വടക്കുംപാട് ഗവൺമെന്റ് മാപ്പിള UP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 1 കോടി, കക്കര ഗവൺമെന്റ് GS UP സ്കൂളിന് കെട്ടിട നിർമ്മാണത്തിനായി 1 കോടി, കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ ജലസേചനത്തിനായി തടയണയും തോട് സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കാൻ 1 കോടിയും വകയിരുത്തി. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ചങ്ങമ്പള്ളി തോട് നവീകരണത്തിന് 50 ലക്ഷം, ചെറുപുഴ തോടിന് പാർശ്വ സംരക്ഷണ ഭിത്തിക്ക് 50 ലക്ഷം, പയ്യന്നൂർ നഗരസഭ വെള്ളൂർ തോട് സൈഡ് ഭിത്തി നിർമ്മാണത്തിന് 50 ലക്ഷം, പയ്യന്നൂർ നഗരസഭ മുതിയലം മിനി സ്റ്റേഡിയം നിർമ്മാണത്തിന് 50 ലക്ഷം എന്നിങ്ങനെയാണ് പയ്യന്നൂർ മണ്ഡലത്തിൽ നിർദ്ദേശിച്ച പദ്ധതികൾക്ക് തുക വകയിരുത്തിയിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാന ബജറ്റിൽ കല്യാശ്ശേരി മണ്ഡലത്തിൽ വിവിധ വികസന പദ്ധതികൾക്കായി മികച്ച പരിഗണനയാണ് നൽകിയതെന്ന് M. വിജിൻ MLA. 50 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് മണ്ഡലത്തിൽ ഫണ്ട് അനുവദിച്ചത്. സംസ്ഥാന ബജറ്റിൽ കല്യാശ്ശേരി മണ്ഡലത്തിൽ 50 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പുതിയ സ്ട്രോക്ക് യൂണിറ്റ്,
ഇന്റർവെൻഷണൽ റേഡിയോളജി ഉൾപ്പെടെ അത്യാധുനിക ഇമേജിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് 13 കോടിയും, ഡെന്റൽ കോളേജിന് 1.50 കോടി, നഴ്സിംഗ് കോളേജിന് 29 ലക്ഷവും, പരിയാരം ആയുർവേദ കോളേജിന്റെ വികസനത്തിന് 8.10 കോടി രൂപയും അനുവദിച്ചതായി MLA പറഞ്ഞു. നവകേരള സദസ്സിന്റെ ഭാഗമായി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന കർമ്മ പദ്ധതിക്ക് 7 കോടിയും അനുവദിച്ചു. പട്ടുവം പഞ്ചായത്തിൽ ആധുനിക സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് 1 കോടി, ഇരിനാവ് ഡാം ടൂറിസം പദ്ധതിക്ക് 1 കോടി, കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ ഗവൺമെന്റ് മാപ്പിള LP സ്കൂൾ, ഗവൺമെന്റ് LP സ്കൂൾ എന്നിവയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 2 കോടി, പഴയങ്ങാടി, ചെറുകുന്ന് ടൗൺ എന്നിവിടങ്ങളിൽ സൗന്ദര്യവൽക്കരണത്തിന് 1 കോടി, പരിയാരത്ത് ആധുനിക കൺവെൻഷൻ സെന്റർ നിർമ്മിക്കാൻ 1 കോടി, പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും കെട്ടിടത്തിന് 2 കോടി, ചെറുകുന്ന് ഗവൺമെന്റ് സൗത്ത് LP സ്കൂളിൽ ആധുനിക ഓഡിറ്റോറിയം നിർമ്മിക്കാൻ 1 കോടി, എടാട്ട് കണ്ണങ്ങാട്ട് സ്റ്റോപ്പ് കോളേജ് സ്റ്റോപ്പ് റോഡ് നവീകരണത്തിന് 1 കോടി, മാടായി ക്ഷേത്രകലാ അക്കാദമിക്ക് 20 ലക്ഷം, പാണപ്പുഴയിൽ കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ സ്മാരകത്തിന് 10 ലക്ഷവും അനുവദിച്ചു. മണ്ഡലത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ മാങ്ങാട്ടുപറമ്പ് കെൽട്ടോൺ കമ്പോൺമെന്റ് ലിമിറ്റഡ് സൂപ്പർ കപ്പാസിറ്റർ പദ്ധതിക്ക് 6 കോടിയും, കേരള ക്ലേസ് ആൻഡ് സെറാമിക്സ് പ്രൊഡക്റ്റ് ലിമിറ്റഡ് പഴയങ്ങാടി യൂണിറ്റിൽ ജൈവ വൈവിധ്യ പാർക്കിന് 3 കോടിയും അനുവദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുവത്തൂരിൽ ഒരു ദിവസം മാത്രം പ്രവർത്തിച്ച് അടച്ചുപൂട്ടിയ കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല ചീമേനി ടൗണിലെ പുതിയ കെട്ടിടത്തിൽ തുറന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് പൊടുന്നനെ മദ്യവിൽപ്പന ചീമേനിയിൽ ആരംഭിച്ചത്. കൺസ്യൂമർ ഫെഡിന്റെ നിയന്ത്രണത്തിൽ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പ്രവർത്തിച്ച വിദേശ മദ്യവിൽപ്പനശാലയെ നാട്ടുകാരിൽ ഒരു വിഭാഗം എതിർത്ത് രംഗത്തു വന്നിരുന്നു. ചുമട്ടുതൊഴിലാളികളും വ്യാപാരികളും മറ്റും അനുകൂല നിലപാട് സ്വീകരിച്ചതോടെ CPM പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു. രമ്യമായി പരിഹരിക്കാനാവാതെ വന്നതോടെ വിൽപ്പനശാല അടച്ചിടുകയായിരുന്നു. പ്രവർത്തനം തുടങ്ങിയ മദ്യവിൽപ്പനശാല ഒറ്റ ദിവസം കൊണ്ട് അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധവും പ്രദേശത്ത് വിവിധ സംഘടനകൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെറുവത്തൂർ ഏരിയയിൽ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല. വെള്ളിയാഴ്ച രാവിലെ ചീമേനി കയ്യൂർ റോഡ് ജംഗ്ഷനിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് അധികൃതർ മദ്യവിൽപ്പനശാല തുറന്നത്. ചീമേനി ടൗണിൽ മദ്യവിൽപ്പനശാല തുറക്കുന്നതിനെതിരെ പ്രദേശവാസികൾ കർമ്മസമിതി രൂപീകരിച്ച് 6 മാസത്തോളമായി സമരം നടത്തി വരികയായിരുന്നു. അതേസമയം ടൗണിലെ ഒരു ആരാധനാലയത്തിൽ നിന്നും വേണ്ട അകലം പാലിച്ചല്ല വിദേശ മദ്യശാല തുറന്നതെന്ന ആക്ഷേപവുമായി കർമ്മസമിതി ഭാരവാഹികൾ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കണ്ണൂരിൽ തന്നെ ഇത്രയും വിശാലമായ ഒരു പാർട്ടി മറ്റ് വിദേശ മദ്യഷോപ്പിൽ സർക്കാരിൻ്റെ വിദേശ മദ്യഷോപ്പിൽ ഉണ്ടാകും തോന്നുന്നില്ല. അത്യാവശ്യം നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട്. എല്ലാ സർക്കാർ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും നാട്ടുകാരുടെ സഹകരണം വേണം. കാരണം സർക്കാരിൻ്റെ ഒരു നയം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ തുടങ്ങിയത്. ജനങ്ങളുടെ മൊത്തം സപ്പോർട്ടാണ്. ഇപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ വരുന്നവരൊക്കെ വളരെ നല്ല രീതിയിലാണ് ഈ സ്ഥാപനത്തെ സ്വാഗതം ചെയ്യുന്നത്. നിയമങ്ങളും നിബന്ധനകളും കർശനമായി പാലിച്ചാണ് കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല തുറന്നിട്ടുള്ളതെന്നും ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളതെന്നും അധികൃതർ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാട്ടുപന്നി ശല്യത്താൽ ദുരിതത്തിലായിരിക്കുകയാണ് പേരൂരിലെ നെൽകർഷകർ. കാട്ടുപന്നികൾ കൂട്ടത്തോടെ വയലിൽ എത്തി കതിരണിഞ്ഞു നിൽക്കുന്ന നെൽകൃഷികളാണ് നശിപ്പിക്കുന്നത്. എരമംകുറ്റൂർ പഞ്ചായത്തിലെ പേരൂൽ പടിഞ്ഞാറേക്കര വയലിലാണ് കാട്ടുപന്നികൾ കൂട്ടത്തോടെ വന്ന് കൃഷികൾ നശിപ്പിക്കുന്നത്. കൃഷിവിളകൾ നശിപ്പിക്കുന്നതിനാൽ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. കൃഷി നശിപ്പിക്കുകയും കൃഷിയിടങ്ങൾ ഇളക്കിമറിച്ച നിലയിലുമാണുള്ളത്. പാടശേഖരത്തിൽ 2ാം വിള നെൽകൃഷി ചെയ്തിട്ടുള്ള കർഷകരാണ് ഏറെ പ്രയാസത്തിലായിരിക്കുന്നത്. കാട്ടുപന്നി ശല്യത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കൃഷിക്ക് വേണ്ടി ചിലവാക്കിയ പണം പോലും കിട്ടാത്ത അവസ്ഥയായെന്ന് കർഷകർ പറയുന്നു. ഏകദേശം നമ്മളെ ഈ പടിഞ്ഞാറേക്കര പാടശേഖരത്തിൻ്റെ ഇല്ലത്തിൻ്റെ നിലം എന്ന് പറഞ്ഞാൽ ഏകദേശം 10 ഏക്കറോളം വരുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് മിക്കവാറും തന്നെ എല്ലാ ദിവസങ്ങളിലും പന്നി ചാടുന്നുണ്ട്. പക്ഷേ ഇത്തരം ഭീകരാവസ്ഥ ആദ്യമായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. അത് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇതിനെ ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഇനി ഒരു പരിഹാരം കാണണം എന്ന് ആണ് നമ്മളൊക്കെ ശുപാർശ ചെയ്യാനുള്ളത്. പന്നിശല്യം തടയാൻ ഫോറസ്റ്റ് അധികൃതരുടെ സഹായം ലഭ്യമാക്കണമെന്നും കൃഷികൾ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. വിവരമറിഞ്ഞ് കൃഷി ഓഫീസർ ടി കൃഷ്ണപ്രസാദ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ടി തമ്പാൻ, കൃഷി അസിസ്റ്റന്റ് ഒ ജ്യോതി എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇപ്പോൾ പേരൂർ പടിഞ്ഞാറേക്കര നമ്മുടെ KV കുഞ്ഞിരാമൻ ഗുരുക്കളുടെ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശങ്കരേട്ടൻ ഇവരുടെയൊക്കെ പാടശേഖരത്തിലാണുള്ളത്. നിലവിൽ ഇന്നലെ രാത്രി ഉണ്ടായ പന്നി ആക്രമണത്തിൽ ഒരുപാട് നെൽകൃഷിക്ക് നാശം സംഭവിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും കാർഷിക മേഖലയിൽ കർഷകർക്ക് ഒട്ടനവധി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യം, ഇതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ, അതായത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് എല്ലാം കൂടി ചേർന്നുകൊണ്ട്
കർഷകർക്ക് പരമാവധി പറ്റുന്ന രീതിയിലുള്ള പ്രയോജനകരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. നെൽകൃഷി നാശം സംഭവിച്ച കർഷകർക്ക് ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ആലക്കാട് നാരായണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിന് പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം TI മധുസൂദനൻ MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 45 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ആലക്കാട് നാരായണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിന് പുതുതായി നിർമ്മിച്ച കെട്ടിടം TI മധുസൂദനൻ MLA നാടിന് സമർപ്പിച്ചു. ഇത് ഗവൺമെന്റിലേക്ക് നൽകിയിട്ടുള്ള കുടുംബത്തിൻ്റെ അതിൻ്റെ മുഖ്യ ചുമതലക്കാരൻ്റെ പേര് സ്കൂളിനുണ്ടാവണം എന്ന ആഗ്രഹം ആ കുടുംബം മുന്നോട്ടേക്ക് വെച്ചു. പഞ്ചായത്ത് ന്യായമായിട്ടുള്ളൊരാവശ്യമാണ് എന്നുള്ളതുകൊണ്ട് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 45 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. സ്കൂൾ ക്ലാസ് മുറികളിലേക്കുള്ള ഫർണിച്ചർ ഒരുക്കുന്നതിന് 10 ലക്ഷം രൂപ കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് നൽകിയിരുന്നു. കെട്ടിടോദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല മുഖ്യാതിഥിയായി. സ്കൂൾ വികസന നിധിയിലേക്ക് പ്രധാനാധ്യാപക T. ഗീത 1 ലക്ഷം രൂപയും വിദ്യാർത്ഥി ആഷൽ കൃഷ്ണയുടെ പിറന്നാൾ സമ്മാനമായ 5000 രൂപയും 1974-75 ഏഴാം തരം ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സ്കൂളിന് നൽകിയ വാട്ടർ പ്യൂരിഫയറും ചടങ്ങിൽ വച്ച് MLA ഏറ്റുവാങ്ങി. അസിസ്റ്റന്റ് എഞ്ചിനീയർ MT അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. പത്മിനി, TM സതീശൻ, C. രമേശൻ, EC സതി, പയ്യന്നൂർ AEO TV ജ്യോതി ബസു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ കൊക്കാനിശ്ശേരി AKG സ്മാരക മന്ദിരത്തിനു മുൻവശം സ്ഥാപിച്ചിരുന്ന DYFIയുടെയും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും കൊടിമരങ്ങൾ നശിപ്പിച്ചു. DYFI കൊക്കാനിശ്ശേരി ഈസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി TP അരുൺ പോലീസിൽ പരാതി നൽകി. കൊക്കാനിശ്ശേരി AKG സ്മാരക മന്ദിരത്തിന് മുൻവശം സ്ഥാപിച്ചിരുന്ന DYFIയുടെയും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും കൊടിമരങ്ങൾ നശിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം. DYFI കൊക്കാനിശ്ശേരി ഈസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി TP അരുൺ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPIM പയ്യന്നൂർ നോർത്ത് ലോക്കൽ സെക്രട്ടറി പോത്തേര കൃഷ്ണൻ, B. ബബിൻ, T. അജിത് കുമാർ, V. നിഖിൽ എന്നിവർ സംസാരിച്ചു. മദ്യപാനികളും മദ്യം വിൽപ്പനയും അതുപോലെ കഞ്ചാവ് വിൽപ്പനയും മറ്റ് ലഹരി പദാർത്ഥങ്ങളെല്ലാം വിൽപ്പന കേന്ദ്രമായി ഇവിടെ മാറുകയാണ്. ഇത് പലകുറി പോലീസിന്റെയും അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യം കൂടിയാണ്. അതിന്റെ മറവിൽ ഇവിടെ സ്ഥിരമായൊരു സീറ്റ്, കുറച്ചാൾക്ക് ഇരിക്കാൻ വേണ്ടി കുറച്ച് സീറ്റ് ഇവിടെ സംഘടിപ്പിക്കുക. അതിന്റെ പേരിൽ നാട്ടിൽ സൗകര്യം ഇല്ലാതാക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുക കുറെ കാലമായി തുടങ്ങിയിട്ട്. ഏതായാലും പയ്യന്നൂരിന്റെ ചരിത്രം അറിയുന്നവർക്ക് അറിയാം. അതുകൊണ്ട് അതിനൊന്നും തുനിയണ്ടെന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത്. കൊക്കാനിശ്ശേരി AKG സ്മാരക മന്ദിരത്തിനു മുൻവശം സ്ഥാപിച്ചിരുന്ന DYFIയുടെയും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും കൊടിമരങ്ങൾ നശിപ്പിച്ചവർക്കെതിരെ കർശന നടപടി വേണമെന്ന് മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയും DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശത്ത് മനഃപൂർവ്വം പ്രശ്നങ്ങളുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും പ്രസ്താവനയിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പേരിൽ സ്ത്രീകൾക്കിടയിലുള്ള ക്യാൻസർ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്ന ക്യാൻസർ ക്യാമ്പയിന് പയ്യന്നൂർ നഗരസഭയിൽ തുടക്കമായി. കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനവും ലോഗോ പ്രദർശനവും നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പേരിൽ സ്ത്രീകൾക്കിടയിലുള്ള ക്യാൻസർ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്ന കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. 30 മുതൽ 65 വയസ്സുവരെയുള്ള സ്ത്രീകളിലെ ബ്രസ്റ്റ് ക്യാൻസർ, ഗർഭാശയ ഗള ക്യാൻസർ എന്നിവ നേരത്തെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി മാർച്ച് 8 വരെ എല്ലാ ദിവസവും പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ഉച്ചവരെ ക്യാൻസർ സ്ക്രീനിംഗ് നടക്കുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും തിരഞ്ഞെടുക്കുന്നവരിൽ നിന്നും പാപ്സ്മിയർ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കും. നഗരസഭാ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV സജിത അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ KU രാധാകൃഷ്ണൻ, PRO ജാക്സൺ ഏഴിമല, പയ്യന്നൂർ താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ E. നന്ദകുമാർ,
ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ AV സന്തോഷ് കുമാർ, R സന്തോഷ് കുമാർ, പബ്ലിക് ഹെൽത്ത് നഴ്സ് K വിലാസിനി, താലൂക്ക് ആശുപത്രിയിലെ ഫീൽഡ് വിഭാഗം ജീവനക്കാർ, പഴയങ്ങാടി ക്രസന്റ് നഴ്സിംഗ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും, കുടുംബശ്രീ CDS അംഗങ്ങൾ, നഗരസഭയിലെ ശുചീകരണ വിഭാഗം ജീവനക്കാരും മറ്റു ജീവനക്കാരും തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയ റേഡിയോയും ഗ്രാമഫോണും മുതൽ ബഷീർ പുസ്തകങ്ങളുടെ വരെ ചെറുപതിപ്പുണ്ടാക്കി ശ്രദ്ധേയനാവുകയാണ് പയ്യന്നൂർ തെക്കേ ബസാറിലെ 9ാം ക്ലാസ്സുകാരനായ ഇഷാൻ. അത്ഭുതകരമായ കൃത്യതയാണ് ഇഷാന്റെ മിനിയേച്ചർ രൂപങ്ങളുടെ പ്രത്യേകത. ഒറിജിനലിനെ വെല്ലുന്ന മിനിയേച്ചർ രൂപങ്ങൾ ഉണ്ടാക്കുകയാണ് പയ്യന്നൂർ തെക്കേ ബസാറിലുള്ള ഇഷാൻ അല്ലേ? ഇഷാൻ 9th സ്റ്റാൻഡേർഡിലാണ്, കണ്ടങ്ങാളി സ്കൂളിലാണ് പഠിക്കുന്നത്. എപ്പോൾ മുതലാണ് ഈ മിനിയേച്ചർ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയത്? ഞാൻ ചെറുപ്പത്തിലേ തുടങ്ങി, പിന്നെ മെയിനായിട്ട് 5ാം ക്ലാസ് മുതൽ. 5ാം ക്ലാസ് മുതലാണ്. നമുക്ക് ഏതൊരു വലിയൊരു സാധനത്തിൻ്റെയും ചെറിയൊരു മിനിയേച്ചർ രൂപം കാണുമ്പോൾ വലിയൊരു ഭംഗി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു ഭംഗിയുള്ള കാഴ്ചയാണോ ഇത് ഉണ്ടാക്കാൻ പഠിക്കാനുള്ളൊരു കാരണമൊക്കെ ആയത്? അങ്ങനെ ഇവിടെ മാമൻ ഓരോ വാങ്ങുമ്പം ഒക്കെ ആക്കുന്നു. മാമൻ ഉണ്ടാക്കാറുണ്ട്. മാമൻ ഡിസൈൻ ഞാൻ പഴയ സാധനം വാങ്ങുന്നത് അത് നോക്കിയിട്ട് ആക്കും. അതെ, ഇവിടെ വീട്ടിൽ ഒരുപാട് പഴയ സാധനങ്ങളുടെ ഒരു കലവറ തന്നെ ഞാൻ കണ്ടു. പഴയ റേഡിയോ അല്ലേ, ക്യാമറ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. ആരുടെ കളക്ഷൻ? ഇതൊക്കെ മാമൻ്റെ കളക്ഷനാണ്. മാമൻ്റെ പേരെന്താ? അരുൺ, അതുൽ ഉണ്ട്, പിന്നെ മാമി. അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ടാണ് ആ ഒരു പാത പിന്തുടരുകയാണ്. സ്കൂളിലൊക്കെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണോ? എൻ്റെ ഫ്രണ്ട്സും സപ്പോർട്ടാണ്. മാമന്മാർ തന്നെയാണോ പഠിപ്പിച്ചത്? പഠിപ്പിച്ച് ഒറ്റക്ക് പഠിച്ചാണ്. ഞാൻ മാമ ഫോട്ടോ എല്ലാം എടുത്ത് തരും ഇൻസ്റ്റാഗ്രാമിൽ. ഇൻസ്റ്റയിലൊക്കെ ഇട്ട് വൈറലാവുന്നുണ്ട്. കുറച്ച് വ്യൂസ് ഉണ്ടായിരുന്നു. അതെ അല്ലേ? എന്താണ് ഇനി ആഗ്രഹം? എന്തൊക്കെ ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം? ഇപ്പോൾ ഉണ്ടാക്കിയതൊക്കെ ഞാൻ കണ്ടു, വളരെ ഭംഗിയായിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ റേഡിയോയും അതുപോലെ കുറേ ബുക്കിൻ്റെയൊക്കെ മിനിയേച്ചർ കണ്ടു, മസാല ദോശ കണ്ടു. ഇനി എന്തൊക്കെയാണ് ആഗ്രഹം? എല്ലാം ആക്കണം, പിന്നെ വേറെ നോക്കിയിട്ട് കുറേ ആക്കണം. അങ്ങനെയാണ് ആഗ്രഹം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു വസ്തുവിൻ്റെയും ചെറിയൊരു മിനിയേച്ചർ രൂപത്തിൽ നമുക്ക് വലിയ സന്തോഷമാണ് അത് കാണുന്നതും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണുന്നതും ഒക്കെ. അപ്പോൾ ഇഷാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ചെയ്തു തീർക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം. വീട്ടിൽ ഒരുപാട് പുരാവസ്തുക്കളുടെ ഒരു കമനീയ ശേഖരം തന്നെ ഈ വീട്ടിൽ കാണാനുണ്ട്. അതിൻ്റെയൊക്കെ മിനിയേച്ചർ രൂപങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇനി പുറത്തു നിന്നും ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാക്കണം, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് വൈറലാകണമെന്നൊക്കെയാണ് ഇഷാൻ്റെ ആഗ്രഹം. അങ്ങനെയൊക്കെ നടക്കട്ടെ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. കുഞ്ഞിമംഗലം VR നായനാർ സ്മാരക വായനശാല ഗ്രന്ഥാലയം യുവധാര വണ്ണച്ചാലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച വായനായനം 6ാം ഘട്ട ഉദ്ഘാടനം TI മധുസൂദനൻ MLA നിർവഹിച്ചു. M പ്രസാദ് പയ്യന്നൂർ ഇന്ത്യ എന്ന ആശയം പുസ്തകം പരിചയപ്പെടുത്തി.
കുഞ്ഞിമംഗലം VR നായനാർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം യുവതാര വണ്ണച്ചാലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച വായനായനം 6ാം ഘട്ട ഉദ്ഘാടനം TI മധുസൂദൻ MLA നിർവഹിച്ചു. ഇന്ത്യ എന്ന ആശയം എന്ന പുസ്തകം M. പ്രസാദ് പയ്യന്നൂർ പരിചയപ്പെടുത്തി. ഡോക്ടർ YV കണ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. NV മോഹനകൃഷ്ണൻ, KV ലക്ഷ്മണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പഴയങ്ങാടി മാടായി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര കളിയാട്ടത്തിന് തുടക്കമായി. മാടായിക്കാവിൽ നിന്ന് ദീപവും തിരിയും കൊണ്ടുവരൽ, കലവറ നിറയ്ക്കൽ, ഘോഷയാത്ര എന്നിവ നടന്നു. കളിയാട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മാടായിക്കാവിൽ നിന്ന് ദീപവും തിരിയും കൊണ്ടുവരൽ, കലവറ നിറയ്ക്കൽ, ഘോഷയാത്ര എന്നിവ നടന്നു. തുടർന്ന് കൂടിയാട്ടം, വിവിധ തെയ്യങ്ങളുടെ തോറ്റം, പുറപ്പാട് എന്നിവയുമുണ്ടായി. കളിയാട്ടത്തിന്റെ ഭാഗമായി പുലിയൂർ കണ്ണൻ, നരമ്പിൽ ഭഗവതി, കണ്ണങ്കാട്ട് ഭഗവതി, പുലിയൂർ കാളി എന്നീ തെയ്യങ്ങളുടെ പുറപ്പാടും ഉണ്ടായിരിക്കും. ഫെബ്രുവരി 9 ഉച്ചയ്ക്ക് 1 മണിക്കാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരുക. രാത്രി 10 മണിക്ക് ആറാടിക്കൽ ചടങ്ങോടെ കളിയാട്ടം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ് പഴയ. 20ാമത് ഇന്റർനാഷണൽ തായ്ക്കൊണ്ടോ സംസ്ഥാനതല മത്സരങ്ങൾ ഫെബ്രുവരി 9 നടക്കും. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് മത്സരം നടക്കുക. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ മത്സരങ്ങൾ നടക്കും. വിവിധ ജില്ലകളിൽ നിന്നുമായി 144 ഇനങ്ങളിൽ 500ഓളം മത്സരാർത്ഥികളായിരിക്കും പങ്കെടുക്കുക. രാവിലെ 10 മണിക്ക് പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ റോട്ടറി മിഡ് ടൗൺ പ്രസിഡന്റ് CM സത്യജിത്ത് അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് K. വിജയകുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. അബ്ദുൾ റഹ്മാൻ മത്സരങ്ങൾ നിയന്ത്രിക്കും. MP ചന്ദ്രൻ, CM സത്യജിത്ത്, വേണുഗോപാൽ കൈപ്രത്ത്, ഹരികൃഷ്ണൻ PK, ഗംഗാധരൻ മേലേടത്ത് തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ കാർഷിക വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കൃഷി ഓഫീസർ KV ഷീനയ്ക്ക് യാത്രയയപ്പ് നൽകി. പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്ത ഉപഹാര സമർപ്പണം നടത്തി. അസിസ്റ്റന്റ് ഡയറക്ടറായി ഉദ്യോഗക്കയറ്റം ലഭിച്ച പയ്യന്നൂർ കൃഷി ഓഫീസർ KV ഷീനയ്ക്ക് യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷ C. ജയ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തി. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ VV സജിത, TP സമീറ, KP ഷീന, അനുജ രവീന്ദ്രൻ, EP ജീവാനന്ദ്, കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചിത്രകാരി സബീന നലവടത്തിന്റെ ചിത്ര പ്രദർശനത്തിന് പയ്യന്നൂർ ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി. പ്രദർശനം 11-ന് സമാപിക്കും. ചിത്രകാരി സബീന നലവടത്തിന്റെ ചിത്രപ്രദർശനത്തിന് പയ്യന്നൂർ ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി. ജീവിതത്തിന്റെ സംഘർഷ നിമിഷങ്ങളെ കടൽ എന്ന പ്രമേയത്തിലൂടെ വർണ്ണക്കൂട്ടൊരുക്കിയതാണ് മിക്ക ചിത്രങ്ങളും. മനുഷ്യന്റെ ജീവിതവ്യതകളെ ചിത്രവഴികളിലൂടെ ആവിഷ്കരിച്ച ചിത്രകാരിയാണ് മുൻ കലാതിലകം കൂടിയായ സബീന. കേരള ലളിതകലാ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം ഉണ്ണിക്കാനായി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഞാൻ ഒരുപാട് ചിത്ര പ്രദർശനങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ആദ്യ ചിത്രങ്ങൾ കണ്ടപ്പോൾ ഈ തിരക്ക്, കടലിൻ്റെ തിരക്ക്, ഇത്രയും രൂപമാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത് ഓരോ ചിത്രങ്ങൾ കാണുമ്പോഴാണ് കൂടുതലായി അറിയുന്നത്. നമ്മൾ ഒരുപാട് കടപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിലും വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുകയാണ്, വളരെ ഉള്ളിൽ തട്ടിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ചിത്രങ്ങളെല്ലാം ഫോട്ടോയെ തോൽപ്പിക്കുന്ന അത്ര മികച്ച ചിത്രങ്ങളാണ്. വത്സൻ പിളിക്കോട് മുഖ്യ പ്രഭാഷണം നടത്തി. കാസർഗോഡ് RTO സജി പ്രസാദ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അഡ്വക്കേറ്റ് TV അഭയകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാവിലെ 10:30 മുതൽ വൈകിട്ട് 6:30 വരെയാണ് പ്രദർശനം. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഫാർമേഴ്സ് ക്ലബ്ബ് കൂക്കാനം ബഡ്ജ് സ്കൂളിൽ നിർമ്മിച്ച പച്ചക്കറിത്തോട്ടത്തിലെ വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു. ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു.
കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഫാർമേഴ്സ് ക്ലബ്ബ് കൂക്കാനം ബഡ്സ് സ്കൂളിൽ നിർമ്മിച്ച പച്ചക്കറി തോട്ടത്തിലെ വിളവെടുപ്പ് ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ബഡ്സ് സ്കൂളിലെ കുട്ടികളുടെ ഭക്ഷണത്തിനാവശ്യമായ പച്ചക്കറികളാണ് ഇവിടെ നട്ടുനനച്ച് വളർത്തിയിരിക്കുന്നത്. കോളിഫ്ലവർ, വഴുതിന, ചീര, പച്ചമുളക്, നരമ്പൻ തുടങ്ങി ഏതാണ്ട് എല്ലാ പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നു. തികച്ചും ജൈവരീതിയിലാണ് കൃഷി. ബാങ്കിന്റെ കാർഷിക സ്വയംപര്യാപ്ത ഗ്രാമം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പുകളിൽ ഒന്നാണ് ഈ പച്ചക്കറിത്തോട്ടം. ബാങ്ക് പ്രസിഡന്റ് പി വി ചന്ദ്രൻ മാസ്റ്റർ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സ്കൂളിലത്തെ ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ, അത് ഏറ്റവും മികച്ച പച്ചക്കറികൾ, വിഷരഹിതമായ പച്ചക്കറികൾ അവർക്ക് ഭക്ഷണത്തിന് ആവശ്യത്തിന് വേണ്ടി കരിവെള്ളൂർ സർവീസ് ബാങ്കിന്റെ ഫാർമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു കർഷക തോട്ടം തുടങ്ങിയത്. അപ്പോൾ ഇത് ഒരു നല്ല മേന്മയുള്ള ഒരു തോട്ടമായി, നല്ല വിളയുള്ള തോട്ടമായി നന്നായിട്ട് വിജയിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു വിളവെടുപ്പാണ് ഇന്ന് നടത്തുന്നത്. ഫാർമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശശിധരൻ, ഗോപി മാസ്റ്റർ, ശങ്കരൻ, കെ ദിനേശൻ, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ബീഡി തൊഴിലാളി യൂണിയൻ CITU കരിവെള്ളൂർ ഡിവിഷൻ സമ്മേളനം കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ നടന്നു. പി വി കുഞ്ഞപ്പൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബീഡി തൊഴിലാളി യൂണിയൻ CITU കരിവെള്ളൂർ ഡിവിഷൻ സമ്മേളനം കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ നടന്നു. അംബിക PV രക്തസാക്ഷി പ്രമേയവും M കൃഷ്ണൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. പി വി കുഞ്ഞപ്പൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. M രാഗിണി ചടങ്ങിൽ അധ്യക്ഷയായി. ബീഡി വെൽഫെയർ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ പുനഃസ്ഥാപിക്കുക, തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലാളികളെ കേന്ദ്ര സർക്കാർ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയമായി അവതരിപ്പിച്ചു. KV നാരായണൻ, അപ്യാൽ രാഘവൻ, AV സുകുമാരൻ, M കൃഷ്ണൻ, MTP അബ്ദുള്ള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. 139 പുസ്തകങ്ങൾക്ക് ആസ്വാദനമൊരുക്കാനൊരുങ്ങി അന്നൂർ UP സ്കൂളിലെ 5ാം തരം വിദ്യാർത്ഥികൾ. താലൂക്ക് ലൈബ്രറി കൗൺസിൽ വായനായനം പദ്ധതിയുടെ ഭാഗമായി അന്നൂർ വേമ്പു സ്മാരക വായനശാലയുടെ നേതൃത്വത്തിലാണ് അന്നൂർ UP സ്കൂൾ 5ാം തരം വിദ്യാർത്ഥികൾക്കായി പുസ്തകാസ്വാദന പരിപാടിക്ക് തുടക്കമായത്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ വായനായനം പദ്ധതിയുടെ ഭാഗമായാണ് അന്നൂർ വേമ്പു സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ അന്നൂർ UP സ്കൂൾ 5ാം തരം വിദ്യാർത്ഥികൾക്കായി 139 പുസ്തകാസ്വാദന പരിപാടിക്ക് തുടക്കമായത്. പരിപാടിയുടെ ഉദ്ഘാടനം ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി K ശിവകുമാർ നിർവഹിച്ചു. അന്നൂർ UP സ്കൂൾ പ്രധാന അധ്യാപിക PU ബിന്ദു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാരൂരിന്റെ ചെറുകഥ പൊതിച്ചോറ് ദേവാനന്ദൻ K പരിചയപ്പെടുത്തി. ലൈബ്രറി കൗൺസിൽ വെള്ളൂർ നേതൃസമിതി കൺവീനർ VP രാജൻ, അധ്യാപകരായ VM ഉമ, P നാരായണൻ നമ്പൂതിരി, A ജയപ്രകാശ്, K സീമ, ഗ്രന്ഥാലയം സെക്രട്ടറി AK ബിനേഷ് എന്നിവർ സംസാരിച്ചു. വായനായനം പദ്ധതിയുടെ ഭാഗമായി 5ാം തരത്തിലെ 139 വിദ്യാർത്ഥികൾക്കും ബാലസാഹിത്യ കഥകൾ വിതരണം ചെയ്യും. 10 ദിവസത്തിനുള്ളിൽ ഇവ വായിച്ച് 139 കുട്ടികളും അവരുടെ വായനാനുഭവ കുറിപ്പ് തയ്യാറാക്കി സ്കൂൾ അധ്യാപകരെ ഏൽപ്പിക്കും. അധ്യാപകർ അത് പരിശോധിച്ച് മികച്ച 20 അനുഭവക്കുറിപ്പുകൾ തിരഞ്ഞെടുക്കും. ഫെബ്രുവരി 25 നടക്കുന്ന സമാപന പരിപാടിയിൽ കുട്ടികളുടെ വായനാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ഗ്രന്ഥാലയം ഏർപ്പെടുത്തുന്ന സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യും. ചടങ്ങിൽ വച്ച് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ആസ്വാദന കുറിപ്പുകൾ ചേർത്ത കയ്യെഴുത്തു മാസികയുടെ പ്രകാശനവും ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കോളേജിൽ പാഠ്യേതര രംഗങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. ISRO മുൻ ഡയറക്ടർ P കുഞ്ഞികൃഷ്ണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നൂതനമായ ആശയങ്ങളും വലിയ അളവിലുള്ള വിവരങ്ങളും കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷിയുമാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യതയെന്ന് ISRO മുൻ ഡയറക്ടർ P കുഞ്ഞികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. പയ്യന്നൂർ കോളേജിൽ പാഠ്യേതര രംഗങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോളേജിലെ വിവിധ വ്യക്തികളും സംഘടനകളും ഏർപ്പെടുത്തിയ 35ഓളം എൻഡോമെന്റുകൾ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. കോളേജ് PTA, സർവകലാശാല റാങ്ക് ജേതാക്കൾക്കും അന്തർദേശീയ മത്സരങ്ങളിലെ രാജ്യത്തിനു വേണ്ടി മെഡൽ നേടിയ കോളേജിലെ വിദ്യാർത്ഥികൾക്കുമായി ഏർപ്പെടുത്തിയ ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടന്നു. എൻഡോമെന്റ് അവാർഡ് ഇനിയുള്ള കാലത്ത് വാങ്ങാനായിട്ടോ അല്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് വാങ്ങാനായിട്ട് ഇവിടെ പ്രയത്നിക്കാമെന്ന നിശ്ചയദാർഢ്യമെടുത്ത് ഇവിടെ എത്തിയിട്ടുള്ള മറ്റു വിദ്യാർത്ഥികൾക്കും ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. കുഞ്ഞിപ്പാർവതി ടീച്ചർക്ക് ഒന്നുകൂടി എൻ്റെ വളരെ സന്തോഷം നിറഞ്ഞ നമസ്കാരം. അത്രയും എനിക്ക് ഒരു കാര്യം കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ 53 വർഷം മുമ്പ് 54 വർഷമാകുമ്പോൾ ഏകദേശം 53.5 വർഷം മുമ്പ്
ഇവിടെ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയുടെ ടീച്ചറിനോടുള്ള ആ ഒരു അഫെക്ഷൻ ഇത്രയും വർഷമായിട്ട് നിലനിർത്തുക എന്ന് പറയുന്നത് ഒരു കാര്യം കൂടി നിങ്ങളെല്ലാം മനസ്സിലാക്കണം. വിദ്യാർത്ഥി നമ്മുടെ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് അത് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാവില്ല. പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് കെ സുരേഷ് കുമാർ വിശിഷ്ടാതിഥിയായി. പ്രിൻസിപ്പൽ ഡോക്ടർ സന്തോഷ് VM ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് K ജയദേവൻ, സർവകലാശാല സെനറ്റ് അംഗങ്ങളായ ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്ത്, ഡോക്ടർ പ്രജിത P, ഡോക്ടർ നിഷ VK, IQAC കോർഡിനേറ്റർ PR സ്വരൻ, കായിക വിഭാഗം മേധാവി അജിത് KN, ഡോക്ടർ മനോജ് കുമാർ N, ഡോക്ടർ ശുഭ PV, ഡോക്ടർ KK ഗോപിക, KV ശ്രീകാന്ത്, KV അഭിനന്ദ് എന്നിവർ സംസാരിച്ചു. കോളേജ് PTAയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അവാർഡ് ജേതാക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ, എൻഡോമെന്റ് ഏർപ്പെടുത്തിയ വിവിധ വ്യക്തികൾ, സംഘടനാ പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പയ്യന്നൂർ ക്യാമ്പസിൽ കഴിഞ്ഞ 3 ദിവസമായി നടന്ന അന്താരാഷ്ട്ര സെമിനാർ സമാപിച്ചു. രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള വിവിധ വിദഗ്ധർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പയ്യന്നൂർ ക്യാമ്പസിൽ 3 ദിവസങ്ങളിലായി നടന്നുവന്ന അന്താരാഷ്ട്ര സെമിനാർ സമാപിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വിവിധ വശങ്ങൾ പരിഗണിക്കുന്ന വിവിധ ചർച്ചകൾ നടന്നു. രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള വിവിധ വിദഗ്ധർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അതിന് ഫിസിക്കൽ ഡയമെൻഷൻ ഉണ്ട്, സോഷ്യൽ ഡയമെൻഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രാദേശിക സമൂഹം എങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഇത്രയും വലിയൊരു സെമിനാറിൽ രാജ്യത്തിന് പുറത്തുനിന്ന്, രാജ്യത്തിനകത്തു നിന്ന്, സംസ്ഥാനത്തിനകത്തു നിന്ന് നിരവധിയായ ഗവേഷകര്, അധ്യാപകര്, പോളിസി മേക്കേഴ്സ്, പൊതുപ്രവർത്തകര്, സാധാരണ ജനങ്ങള്, ഒരുപാട് ആളുകളെ ചേർത്ത് നിർത്തിയ വലിയൊരു സെമിനാറാണ് കഴിഞ്ഞു പോയത്. 200ഓളം ആളുകൾ സെമിനാറിൽ പങ്കെടുത്തു. സമാപന സമ്മേളനം കൊച്ചിൻ യൂണിവേഴ്സിറ്റി അന്തരീക്ഷ പഠന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ MG മനോജ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ TK പ്രസാദ് വിശദീകരണം നടത്തി. റിജോ RJ, ഡോക്ടർ ജയലാൽ G എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. എഴുത്തുകാരനും കലാപ്രവർത്തകനും അധ്യാപകനുമായ വാസു ചോറോഡിന്റെ 1ാം ചരമവാർഷികാചരണ ഭാഗമായി ഏർപ്പെടുത്തിയ വാസു ചോറോഡ് സ്മൃതി കലാ സാംസ്കാരിക പുരസ്കാരം നാടക സംവിധായകനും അഭിനേതാവുമായ V ശശിക്ക് ഫെബ്രുവരി 9 സമ്മാനിക്കും. പുരോഗമന കലാ സാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ചെറുവത്തൂർ EMS ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനത്തിലാണ് പുരസ്കാര വിതരണം. ഗ്രന്ഥശാല സംഘം, പുരോഗമന കലാ സാഹിത്യ സംഘം തുടങ്ങിയ പ്രസ്ഥാനങ്ങളുടെ നേതൃനിരയിൽ പ്രവർത്തിച്ച നാടകകൃത്ത് കൂടിയായ വാസു ചോറോഡിന്റെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ അവാർഡ് പ്രമുഖ നാടക സംവിധായകനും അഭിനേതാവുമായ V ശശിക്ക് പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന സംഘടനാ സെക്രട്ടറി MK മനോഹരൻ സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് വാസു ചോറോഡ് സ്മൃതി പുരസ്കാരം. ഫെബ്രുവരി 9 വൈകുന്നേരം പുരോഗമന കലാ സാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ചെറുവത്തൂർ EMS ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ EP രാജഗോപാലൻ പ്രഭാഷണം നടത്തും. ജയചന്ദ്രൻ കുട്ടമത്ത് പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തും. കലയും സമൂഹവും എന്ന വിഷയത്തിൽ ഗായത്രി വർഷ പ്രഭാഷണം നടത്തും. അനുസ്മരണ സമ്മേളനത്തിന് മുന്നോടിയായി വാസു ചോറോഡിന്റെ റിസറക്ഷന്റെ റീഡിംഗ് തിയേറ്റർ അവതരണം നടക്കും. V ശശിയുടെ സംവിധാനത്തിൽ സംഘം പയ്യന്നൂർ അവതരിപ്പിക്കുന്ന ആർട്ടിക്കിൾ 000 അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ N രവീന്ദ്രൻ, KK നായനാർ, രഞ്ജിത്ത് ഓരി, മനോജ് പട്ടോളി എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രമുഖരുടെ പ്രഭാഷണങ്ങൾ തത്സമയം കേട്ടെഴുതുന്നതിൽ വൈഭവം പ്രകടിപ്പിക്കുന്ന M ശശിമോഹനന് പയ്യന്നൂർ വായനാവേദിയുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകുന്നു. ഫെബ്രുവരി 8 ശനിയാഴ്ച വൈകിട്ട് 5:30 പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കുന്ന അനുമോദന പരിപാടി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSTP റോഡിൽ എരിപുരം താലൂക്ക് ആശുപത്രിക്ക് സമീപം കാറിടിച്ച കാൽനടയാത്രക്കാരിക്ക് ദാരുണാന്ത്യം. എരിപുരം മാടായിക്കാവിന് സമീപത്തെ ഭാനുമതിയാണ് മരിച്ചത്. 2025-26 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്ന് നിർദ്ദേശിച്ച പദ്ധതികളിൽ 10 പദ്ധതികൾക്ക് തുക നീക്കിവെച്ചു. സംസ്ഥാന ബജറ്റിൽ കല്യാശ്ശേരി മണ്ഡലത്തിൽ വിവിധ വികസന പദ്ധതികൾക്കായി മികച്ച പരിഗണനയാണ് നൽകിയതെന്ന് M വിജിൻ MLA. 50 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് മണ്ഡലത്തിൽ ഫണ്ട് അനുവദിച്ചത്. ചെറുവത്തൂരിൽ ഒരു ദിവസം മാത്രം പ്രവർത്തിച്ച് അടച്ചുപൂട്ടിയ കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല ചീമേനി ടൗണിലെ പുതിയ കെട്ടിടത്തിൽ തുറന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് പൊടുന്നനെ ചീമേനിയിൽ മദ്യവിൽപ്പന ആരംഭിച്ചത്. ചീമേനി ടൗണിൽ മദ്യവിൽപ്പനശാല തുറക്കുന്നതിനെതിരെ പ്രദേശവാസികൾ കർമ്മസമിതി രൂപീകരിച്ച് 6 മാസത്തോളമായി സമരം നടത്തി വരികയായിരുന്നു.
കാട്ടുപന്നി ശല്യത്താൽ ദുരിതത്തിലായിരിക്കുകയാണ് പേരൂരിലെ നെൽകർഷകർ. കാട്ടുപന്നികൾ കൂട്ടത്തോടെ വയലിലെത്തി കതിരണിഞ്ഞു നിൽക്കുന്ന നെൽകൃഷികളാണ് നശിപ്പിക്കുന്നത്. പന്നിശല്യം തടയാൻ ഫോറസ്റ്റ് അധികൃതരുടെ സഹായം ലഭ്യമാക്കണമെന്നും കൃഷികൾ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.